എല്ലാവർക്കും നമസ്കാരം. പോത്തൻസ് റെസോയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില കപ്പ് കേക്കാണ്. അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര, ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് എണ്ണ വേണേലും ഉപയോഗിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഞാൻ എടുത്തപ്പോൾ അത് മെൽറ്റഡ് ആക്കിയിട്ട് ഞാൻ അളന്നാണ് വെച്ചിരിക്കുന്നത്. അത് കട്ടയായതാണ്. അതുപോലെ തന്നെ 2 മുട്ട, പിന്നെ ഒരു 3-4 സ്പൂൺ പാലും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കട്ടിയാണെങ്കിൽ ഒന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് നന്നായിട്ട് ഇടഞ്ഞെടുത്ത് വെക്കാം. 3 പ്രാവശ്യം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ടാമത്തെ മുട്ട ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് നമുക്ക് വാനില എസൻസ് വേണം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഈ പഞ്ചസാര ഇതിലേക്ക് മൊത്തം ലയിച്ച് ചേരണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇത് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരുന്നതാണ്. തണുപ്പ് കാരണം വീണ്ടും അത് കട്ടയായി. ബട്ടറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് പതുക്കെ നമ്മൾ മറ്റുള്ള കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ മിക്സ് ചെയ്യുക. ഒത്തിരി ശക്തി കൊടുത്ത് ഇളക്കണ്ട, പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ആ മൈദയൊന്ന് അതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സായി വന്നാൽ മാത്രം മതി. ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുക. ബാച്ച് പൊടിയും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കാണുമ്പോഴേ അറിയാം കുറച്ച് തിക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു 3-4 ടീസ്പൂൺ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വരാം ഇത് കുറച്ചും കൂടെ കട്ടിയാണ്. അപ്പം നമുക്ക് ബാക്കി പാലും കൂടെ എടുത്ത് വെക്കാം. ഞാനൊരു 4 ടീസ്പൂൺ പാലാണ് എടുത്ത് വെച്ചിരുന്നത്. അതിൽ 2 ഒഴിച്ചു, ബാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മളിപ്പോൾ ഒരു കേക്ക് ടിന്നിനകത്താണ് ഇത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ 2-3 പേപ്പർ കപ്പിനകത്ത് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഒരെണ്ണം വീതം വെക്കുവാണെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കഴിയുമ്പം അതങ്ങ് ഒത്തിരി വിടർന്നു പോകും. അപ്പോൾ ആ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു ഷേപ്പ് അതിനൊന്ന് കിട്ടത്തില്ല നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡ് കിട്ടും. അതിൽ നമ്മൾ പേപ്പർ കപ്പ് ഇറക്കി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ കുക്കറിനകത്താണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പേപ്പർ കപ്പ് 2-3 വെച്ചാൽ മതി. ഇതുമല്ല എങ്കിൽ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ കുഞ്ഞ് ഗ്ലാസ്സുകളുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ, അതുമല്ല എങ്കിൽ നമ്മുടെ കറി എടുക്കുന്ന
കുഞ്ഞ് കറിപ്പാത്രങ്ങളുണ്ട്, ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ, അതിനകത്ത് വെച്ചാണെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കുക്കറിനകത്ത് വെച്ചിട്ട്. അപ്പം ആ ഒരു ഷേപ്പൊക്കെ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്കിത്. എനിക്കിപ്പോൾ ഇവിടെ പേപ്പർ കപ്പിനകത്ത് വെച്ച് ഞാൻ ഓവനകത്താണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. 180 ഡിഗ്രിയിൽ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് മതിയാവും. 16 to 20 മിനിറ്റ്സിനുള്ളിൽ ഇത് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് പേപ്പർ മൗൾഡിലേക്ക് വയ്ക്കാം. ഞാൻ ഈ ഓരോ കപ്സ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി ഒഴിക്കാം. ഇതല്ല എങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിനകത്താക്കിയിട്ടാണെങ്കിലും ഒഴിച്ചാൽ മതി. സ്പൂണിനകത്താകുമ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും ഒരേ അളവിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും. ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളിത് ഫുള്ളാക്കി ഒഴിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളിത് കപ്പ് കേക്ക്സ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി പൊങ്ങി അങ്ങ് പോകും. അതുകൊണ്ട് ഒരു 3/4 വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്, നമുക്കതിലേക്ക് വെക്കാം. ഓവനിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റ്സ് വെക്കാം. ഒരു 16 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈം അനുസരിച്ച്, നിങ്ങളുടെ ഓവൻ്റെ ടൈം അനുസരിച്ച് നോക്കിക്കണം. എന്തായാലും 20 മിനിറ്റ്സിന് കൂടുതൽ ഒരു കാരണവശാലും എടുക്കത്തില്ല. അപ്പം നമുക്കിത് ടൈം സെറ്റ് ചെയ്യാം. കറക്റ്റ് 18 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് ബേക്കായി കിട്ടി. 18 മിനിറ്റ് ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. നിങ്ങൾ ഒഴിക്കുമ്പോൾ ഇത്രയും പോലും ഒഴിക്കരുത്. ഇതിൽ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം വാനില കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണേൽ യെല്ലോ കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ചേർത്തില്ല എന്നേ ഉള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ക്രീം ഇരിപ്പുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോണു. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ് കേക്ക്സ് ഞാൻ കുറച്ച് ക്രീം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതും കൂടെ ഇട്ടൊന്ന് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പം ഒരു എന്താ പറയുന്നൊരു ഭംഗി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇത് നിങ്ങൾക്ക് നമ്മുടെ കുക്കറിൽ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.